ഓം ശാന്തി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വരാൻ പോകുന്ന നല്ല നാളെയുടെ സമ്പൽ സമൃദ്ധമായ സ്നേഹം കൊണ്ടും സൗഹാർദ്ദം കൊണ്ടും പരസ്പര വിശ്വാസം കൊണ്ടും ജീവിക്കാൻ സുഖമുള്ള ഒരു ലോകം, മനുഷ്യൻ്റെ ചിന്തകളിൽ പൂർണ്ണമായി പോസിറ്റിവിറ്റി നിറയുമ്പോൾ ആ പോസിറ്റിവിറ്റിയുടെ പ്രഭാവം കൊണ്ട് ഈ പ്രകൃതി പൂർണ്ണമായും പഞ്ചതത്വങ്ങൾ സദോ പ്രധാനമാകുന്ന 100% പോസിറ്റീവാകുന്ന ഒരു ലോകം, അതിൻ്റെ പ്രതീകമാണ് ഇന്നത്തെ നമ്മുടെ വിഷു. അതുകൊണ്ടാണ് മേടപ്പുലരിയിൽ നമ്മൾ ഈ വിഷു ആഘോഷിക്കുന്നത്. സ്വർണ്ണവർണ്ണം നിറഞ്ഞതായിരിക്കുന്ന പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമായി കണിക്കൊന്ന പൂത്തൊലഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ഈ സമയം മഞ്ഞ നിറം എന്നത് തന്നെ സ്വർണത്തിൻ്റെ പ്രതീകമാണ്. സ്വർണം എന്നത് സദോ പ്രധാനതയുടെ പ്രതീകമാണ്. മറ്റേതൊരു ലോഹം നോക്കിക്കോളൂ, ഇരുമ്പാണെങ്കിൽ കുറച്ചു കാലം നമ്മൾ പുറത്തിട്ടിട്ട് അത് കഴിഞ്ഞ ശേഷം വന്ന് നോക്കിയാൽ തുരുമ്പെടുത്ത് വെറും തുരുമ്പായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അത് ചെമ്പാണെങ്കിൽ കുറച്ചുകൂടെ കാലം കൂടുതൽ നിൽക്കും. വെള്ളിയാണെങ്കിൽ അല്പം പ്രഭാവം ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ സ്വർണ്ണമാണെങ്കിൽ എത്ര കാലം ബാഹ്യ പ്രപഞ്ചത്തിൻ്റെ പ്രഭാവത്തിലിരുന്നാലും യാതൊരു രീതിയിലും പ്രഭാവം ഉണ്ടാകാത്ത ലോഹമാണ് സ്വർണം. അതുകൊണ്ട് തന്നെയാണ് ഒരാളുടെ ഏറ്റവും നല്ല ഹയസ്റ്റ് സ്റ്റേജിന് നമ്മൾ സ്വർണിമ യുഗം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ സൃഷ്ടിയുടെ സ്വർണിമ യുഗം. എല്ലാ ജീവാത്മാക്കളും 16 കലാസമ്പൂർണരായി സർവഗുണ സമ്പന്നരായി ആത്മാവ് സ്വർണം പോലെ പരിശുദ്ധമായ സമയം. ഈശ്വരൻ്റെ ഈ സൃഷ്ടിയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കുന്നതും പരിശുദ്ധവുമായിരിക്കുന്ന സമയം, അതിൻ്റെ പേരാണ് സത്യയുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. സത്യം എന്ന് വെച്ചാൽ അർത്ഥം മാറ്റമില്ലാത്തത്. ജീവാത്മാക്കളെല്ലാം തന്നെ സ്വർണം പോലെ ബാഹ്യ പ്രപഞ്ചത്തിൻ്റെ പ്രഭാവമില്ലാതെ ഗുണങ്ങൾ കൊണ്ട് സമൃദ്ധമായി അങ്ങനെ നിറഞ്ഞ അവസ്ഥയിലായപ്പോൾ ഈ പ്രകൃതി ജീവാത്മാവിൻ്റെ സഹയോഗിയായിക്കൊണ്ട് ജീവാത്മാവിൻ്റെ സേവനത്തിന് വേണ്ടി തൻ്റെ സർവ്വവിധ ഐശ്വര്യങ്ങൾ കൊണ്ടും നിറഞ്ഞുന്നതായിരിക്കുന്ന യുഗം, അതാണ് സത്യയുഗം. അപ്പം നമ്മൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് തരുന്നൊരു സന്ദേശമാണ്. ഇതാണ് നമ്മുടെ ഹയസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ സമ്പൂർണ്ണമായിരിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണതയെ കൈവരിക്കാൻ വേണ്ടി ബാഹ്യ പ്രപഞ്ചത്തിൻ്റെ പ്രഭാവമില്ലാതെ ജീവിക്കാൻ പഠിക്കണം. എന്ന് വെച്ചാൽ അർത്ഥം എവിടെയാണോ നിറവുള്ളത് അവിടെ മാത്രമാണ് പ്രഭാവമില്ലാതെ ജീവിക്കാൻ സാധിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറ്റൊരാളിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ ഫോക്കസിങ് എപ്പോഴും നമ്മളിലായിരിക്കണം. നമ്മുടെ ഉള്ളിൽ ഗുണങ്ങൾ നിറയ്ക്കാൻ, നമ്മുടെ ഉള്ളിൽ ശക്തികൾ നിറയ്ക്കാൻ, നമ്മളെ പരിവർത്തനപ്പെടുത്താൻ, നമ്മളെ സ്വർണം പോലെ പരിശുദ്ധമാക്കാൻ. എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ ലോകവും സ്വർണം പോലെ പരിശുദ്ധമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും സ്വർണിമ ലിപികളിൽ എഴുതപ്പെടുന്ന സുന്ദരമായ ദിവസങ്ങളായി മാറും. അങ്ങനെയുള്ളതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ദിവസങ്ങൾ, എന്നും വിഷു, എന്നും സമൃദ്ധി, എന്നും സന്തോഷം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.